ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. റെവല്യൂഷൻസ് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ്. ലോകത്തെ തന്നെ മാറ്റിമറിച്ച ചില വിപ്ലവങ്ങളുടെ കഥ. അതിൽ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഭാഗം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. Now, let us move into the topic. Migration to America. Christopher Columbus, a sailor of Spanish government, reached North America in 1492. He called the indigenous people as Indians. 1492 ക്രിസ്റ്റഫർ കൊളംബസ് എന്ന സ്പാനിഷ് നാവികൻ വടക്കേ അമേരിക്കയിൽ എത്തുകയുണ്ടായി. തദ്ദേശവാസികളായ ജനങ്ങളെ അദ്ദേഹം ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം അവർ ഇന്ത്യക്കാരെന്ന് വിളിച്ചത്? കാരണം അദ്ദേഹം തെറ്റിദ്ധരിച്ചു അദ്ദേഹം ഭാരതത്തിലാണ് എത്തിയതെന്ന്. പിൽക്കാലത്ത് അവർ റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെട്ടു. Later, they were known as Red Indians. The earlier colonies were established by a group of people who exiled to America from the religious persecution of the King of England in the 17th century on a ship called Mayflower. They were known as Pilgrim Fathers. ആദിമ കാലഘട്ടത്തിൽ കോളനികൾ സ്ഥാപിക്കപ്പെട്ടത് ഒരു കൂട്ടം ജനങ്ങളാണ്. ഈ ജനങ്ങൾ എവിടെ നിന്ന് വന്നതാണ്? ഈ ജനങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവരാണ്. അവരാണ് അവിടെ കോളനി സ്ഥാപിച്ചത്. ഇവർ എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള മതപീഡനമാണ്. അവിടെ നിലവിൽ നിന്നിരുന്ന മതപീഡനത്താൽ അവിടുന്ന് അവർക്ക് ഭയപ്പെട്ട് ഒളിച്ചോടേണ്ടതായിട്ട് വന്നു. അവർ കപ്പൽ മാർഗം, മേഫ്ലവർ എന്ന് പറയുന്ന കപ്പൽ മാർഗം വടക്കേ അമേരിക്കയിൽ എത്തി. ഇവരെ പിൽഗ്രിം ഫാദേഴ്സ് അഥവാ തീർത്ഥാടക പിതാക്കന്മാർ എന്ന് അറിയപ്പെടുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് കുടിയേറ്റം വർദ്ധിക്കുകയും തദ്ദേശവാസികളായ റെഡ് ഇന്ത്യൻസിന് ഉൾവലിയേണ്ടതായിട്ടും വന്നു. പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും അവർ ഉൾനാടുകളിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. With the increase in migration, the Red Indians were displaced into the interiors. The Europeans seized their land and flock of sheep. അവിടത്തെ യൂറോപ്യന്മാർ എന്ത് ചെയ്തു? അവരുടെ ഭൂമിയും ആട്ടിൻപറ്റത്തെയും കൈക്കലാക്കി. അവരെ അവിടെ നിന്നും ആട്ടിപ്പായിച്ചു. ഇനി നേരത്തെ കണ്ടതുപോലെ എങ്ങനെയാണ് നമുക്ക് കോളനിവൽക്കരണം അമേരിക്കയിൽ സാധ്യമായതെന്ന് നോക്കാം. How colonization started in America. From the 16th century onwards, the Europeans began to migrate to North America. The main aim of the migration was to exploit the resources. By the 18th century, England had established 13 colonies in the east coast of North America. 16ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ അമേരിക്കയിലോട്ട് കുടിയേറ്റം വളരെയധികം വൻതോതിൽ വർദ്ധിക്കുകയുണ്ടായി. അതിന് പ്രധാനമായ കാരണം മതപീഡനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ പ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്ന് അവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. ടു എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സസ്. 18ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇംഗ്ലണ്ട് അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിച്ചു. കിഴക്കൻ തീരപ്രദേശ മേഖലകളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. 13 colonies were established in the eastern coast of North America. And you can see from the map the name of 13 colonies in North America. നിങ്ങൾക്ക് ഈ ഭൂപടത്തിൽ കാണാം ഏതൊക്കെയാണ് 13 കോളനികൾ എന്നുള്ളത്. ന്യൂ ഹാംഷയർ, മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്ഷൻകട്ട്, ന്യൂ ജേഴ്സി, ഡെലാവെയർ, മെരിലാൻഡ്, വെർജീനിയ, നോർത്ത് കരോളിന, സൗത്ത് കരോളിന, ജോർജിയ, പെൻസിൽവേനിയ ആൻഡ് ന്യൂയോർക്ക്. ഇതൊക്കെയാണ് ആ 13 കോളനികൾ. ഇനി ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് അമേരിക്കൻ കോളനിയിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്തത് എന്ന് നോക്കാം. പ്രധാനമായിട്ടും അവർക്ക് കോളനികളിലെ അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. എന്ത് കാരണത്താലാണ് അവർക്ക് അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായി വന്നത്? ബ്രിട്ടനിൽ വളരെയധികം വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു. ആ വ്യവസായങ്ങൾക്കെല്ലാം തന്നെ അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അവരുടെ രാജ്യത്ത് അവയെല്ലാം കൃഷി ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളത് അസംഭവ്യമായ കാരണമായിരുന്നതിനാൽ ഈ കോളനികളിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം അവർ ചൂഷണം ചെയ്യുകയും കയറ്റുമതി ചെയ്യുകയും ബ്രിട്ടനിൽ എത്തിച്ച് അവയെല്ലാം ഉൽപ്പന്നങ്ങൾ, പുതിയ പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും തിരികെ അവ ഈ കോളനികളിൽ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു. കോളനികളെല്ലാം തന്നെ അവർക്കൊരു കമ്പോളമായി തീർന്നു. ഇനി എങ്ങനെയാണ് ഇവർ ഈ നയം പിന്തുടർന്നു വന്നത്? അവർ മെർക്കന്റിലിസം എന്നുള്ള ഒരു നയം ഉപയോഗിച്ചാണ് ഈ നയത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ഏത് നയത്തെ?
അസംസ്കൃത വസ്തുക്കളെ ചൂഷണം ചെയ്യുകയും ഉൽപ്പന്നങ്ങളെ കമ്പോളങ്ങളിൽ വിറ്റഴിക്കുകയും എന്നുള്ള അവരുടെ വ്യവസ്ഥാപിതമായ നയം. അത് കൊണ്ടുപോയത് മെർക്കന്റിലിസം എന്നുള്ള പേരിലാണ്. So the Britishers exploited the natural resources by exporting the resources, that is the raw materials, from the colonies to Britain, so that the industries can process it into the finished product, and afterwards these finished products could be sold in the colonies. And as part of mercantilism, several laws were implemented in the British colonies. മെർക്കന്റിലിസത്തിന്റെ ഭാഗമായിട്ട് വളരെയധികം ഉപനിയമങ്ങൾ പിൽക്കാലത്ത് അവർ കൂട്ടിച്ചേർത്തു. So let us see what were the different laws which were made under mercantilism. The goods to and fro from the colonies will be carried in British ships or ships made in British colonies. ഉൽപ്പന്നങ്ങൾ കോളനിയിൽ നിന്ന് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ ബ്രിട്ടീഷ് കപ്പലുകളിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിൽ. ഇത് അവരുടെ കുത്തക അവകാശം സ്ഥാപിച്ചെടുക്കാനാണ്. കമ്പനികളിൽ ഉണ്ടായ നെക്സ്റ്റ് പോയിന്റ്, ദ പ്രോഡക്ട്സ് ഓഫ് കോളനീസ് കുഡ് ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, കോളനി എന്നുള്ളത് പ്രോഡക്ട്സ് ഓഫ് കോളനീസ്. കോളനികളിലെ ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാവൂ, വേറെ ഒരു രാജ്യത്തേക്കും കയറ്റുമതി ചെയ്യാൻ പാടില്ല. അവർ എന്തിനാണ് ആ നയം കൊണ്ടുവന്നത്? അതായത് വേറെ രാജ്യങ്ങളിലേക്ക് അവർ കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ കോളനികൾക്ക് അതിൽ നിന്ന് ആദായം ലഭിക്കും. ഇത് തടയിടാൻ വേണ്ടിയാണ്. അവരുടെ കുത്തകാവകാശം വീണ്ടും അരക്കിട്ടുറപ്പിക്കാനാണ് അവരിങ്ങനെ ചെയ്തത്. ബ്രിട്ടീഷ് സ്റ്റാമ്പ് ഷുഡ് ബി അഫിക്സ്ഡ് ഇൻ ഓൾ ദി ഡോക്യുമെന്റ്സ്. ഏതെല്ലാം ഡോക്യുമെന്റുകൾ ഉണ്ടോ, കോളനികളുള്ള എല്ലാ ഡോക്യുമെന്റുകളിലും ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് പതിപ്പിക്കണം. അത് ഒരു നിയമമായിട്ട് വന്നു. Colonies must provide food and quarters for the British troops which were maintained in the colonies. കോളനികളിൽ ഉള്ള ബ്രിട്ടീഷ് സൈനികർക്ക് ആഹാരവും താമസ സൗകര്യവും കോളനികൾ തന്നെ കൊടുക്കണം. ഇത് എന്തിനാണ് അവർ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ മറ്റുള്ളവരുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കും, പക്ഷെ അതിന് പകരമായിട്ട് ഭക്ഷണവും താമസ സൗകര്യവും ഞങ്ങൾക്ക് നിങ്ങൾ നൽകണം. അഞ്ചാമത്തത്, ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ടീ, ഗ്ലാസ് ആൻഡ് പേപ്പർ. ഇറക്കുമതി ചുങ്കം നൽകണം. നിങ്ങൾ അഥവാ എന്തെങ്കിലും സാധനം പുറമേയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ടീ, ഗ്ലാസ്, പേപ്പർ മുതലായവ ഇറക്കുമതി ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾ ഇറക്കുമതി ചുങ്കം കൊടുക്കണം. So these were the different policies came under mercantilism. The goods which were carried from colonies should be in British ships or ships made in British colonies. Then products should be exported to England only. Then British stamp should be fixed in all the documents. The company should provide the facilities like food and quarters for the British troops which are maintained in the colonies, and import tax. Whichever things you are importing from other countries, you should pay for it. Thank you so much for watching my video. അഥവാ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. വളരെ നന്ദി.